നമസ്തേ. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് VR രാജശേഖറാണ്. സർ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആറന്മുള വള്ളസദ്യയുമായി ബന്ധപ്പെട്ട അനവധി വിവാദങ്ങളും വിമർശനങ്ങളും അരങ്ങേറുന്നു. ഇതുമായി ബന്ധപ്പെട്ട കോടതിയിൽ കേസുകൾ നടക്കുന്നുണ്ട് എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭക്തർ ഒരുപാട് ആശങ്കയിലുമാണ്. ഈ അവസരത്തിൽ മുൻ പള്ളിയോട സേവാ സംഘത്തിന്റെ ഭാരവാഹി എന്ന നിലയിൽ ഈ വിഷയത്തിൽ എന്താണ് താങ്കളുടെ നിലപാട്? അവിടെ യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടോ? ഹിന്ദു വിശ്വാസ് ചാനലിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാദര നമസ്കാരം. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ ആവിർഭാവ കാലം മുതൽ തന്നെ ആശ്രിത വത്സലനായ അന്നദാന പ്രഭുവായ ഭഗവാൻ പാർത്ഥസാരഥിയുടെ തിരുനടയില് വളരെയധികം വൈശിഷ്ട്യതയോടുകൂടി നിരവധി വഴിപാടുകൾ ഭക്തജനങ്ങൾ അവിടെ സമർപ്പിക്കുന്നുണ്ട്. അവിടുത്തെ മാത്രം തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ മാത്രം സവിശേഷതയാണ് അതായത് തിരുവോണച്ചെലവ് കാട്ടൂർ മഠത്തിൽ നിന്നും തിരുവോണ സദ്യയ്ക്ക് ആവശ്യമായ സാധന സാമഗ്രികളുമായി തിരുവോണത്തോണിയുടെ വാസ്തവത്തിൽ അതൊരു എഴുന്നള്ളിപ്പ് തന്നെയാണ്. പമ്പയിലൂടെ കാട്ടൂർ കടവിൽ നിന്നും തിരുവോണ ദിവസം പുലർച്ചെ ക്ഷേത്ര കടവില് എല്ലാവിധ ഓണസദ്യ ഒരുക്കുന്നതിനാവശ്യമായ എല്ലാ വിഭവങ്ങളുമായി ഭഗവാന്റെ തിരുവോണത്തോണി എത്തിച്ചേരുന്നു. ഈ തിരുവോണത്തോണിയെ ആദ്യകാലത്ത് ചില സന്ദർഭങ്ങളില് വിവരദോഷികളും സാമൂഹ്യ വിരുദ്ധന്മാരും ചേർന്ന് സ്ഥിരമായി ആക്രമിക്കുന്നതായ സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിലാണ് തിരുവാറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പമ്പാ നദിയുടെ ഇരു കരകളിലുമുള്ള കരക്കാര് പള്ളിയോടങ്ങളില് തിരുവോണത്തോണിക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടി അതിന് അകമ്പടി സേവിക്കുന്ന ഒരു ചടങ്ങുണ്ടായി. ആ ചടങ്ങിനെത്തുന്ന പള്ളിയോടങ്ങൾക്ക് ഭക്തജനങ്ങളെ ഇഷ്ടകാര്യ ഫലസിദ്ധിക്കാൻ വേണ്ടിയിട്ട് വഴിപാടുകൾ നേരാറുണ്ട്. വള്ളസദ്യ എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ അതിന് ഓരോ കരകളിലെയും ഭക്തജനങ്ങള് പള്ളിയോടങ്ങളില് വഞ്ചിപ്പാട്ട് പാടി തുഴഞ്ഞ് തിരുവാറന്മുള ക്ഷേത്രത്തിലെത്തി അവിടെ ഭഗവാനെ പാടി പുകഴ്ത്തി ഭഗവാന്റെ അനുഗ്രഹങ്ങളും അവിടുത്തെ മാലയും ഒക്കെ വാങ്ങിച്ച് അതുകൊണ്ട് തിരികെ വന്ന് ഭക്തന്റെ ഭവനങ്ങളിലായിരുന്നു അന്ന് ഈ സദ്യകൾ നടത്തിയിരുന്നത്. വളരെയധികം ശുദ്ധവൃത്തിയോടുകൂടി നടത്തേണ്ട ഒരു സദ്യ ആയതുകൊണ്ടും ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അത്തരത്തിൽ ഈ വഴിപാടുകൾ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യവും മാനിച്ച് ഈ പള്ളിയോടെ കരകളിലെ കരനാഥന്മാരും കരക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് പള്ളിയോടെ സേവാ സംഘം എന്ന ഒരു സമിതിക്ക് രൂപി. അവര് മാത്രമേ ഉള്ളൂ. അതിന്റെ മുഖ്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങള് ഒന്ന്, തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കുക. കർക്കിടക മാസം മുതല് ചിങ്ങമാസം വരെ ഉള്ള ഏതാണ്ട് ജൂലൈ മാസം മുതൽ ഒക്ടോബർ ആദ്യവാരം വരെയുള്ള കാലയളവില് ഈ വഴിപാട് സദ്യകൾ നടത്തുന്നതിനുള്ള സൗകര്യങ്ങള് തിരുവാറന്മുള ക്ഷേത്രത്തിൽ ഒരുക്കുന്നതിന് വേണ്ടി മാത്രം. അതേപോലെ തന്നെ അഷ്ടമിരോഹിണി, ആ ഭഗവാന്റെ ജന്മദിനമാണ്, പിറന്നാളാണ്. ആ അഷ്ടമിരോഹിണി ദിനത്തില് അവിടെ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും, മുഴുവൻ പള്ളിയോടങ്ങളിൽ എത്തുന്ന ഭക്തജനങ്ങൾക്കും പള്ളിയോട കരക്കാർക്കും ഒക്കെ തന്നെയും വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശ്യവും അല്ലെ ലക്ഷ്യവും അത് ഈ പള്ളിയോട സേവാ സംഘത്തിൽ നിക്ഷിപ്തമാണ്. അടുത്തത്, അപ്പോ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കുന്നതിന്, വഴിപാട് വള്ളസദ്യകൾ സ്വീകരിക്കുന്നതിന്, അതേപോലെ തന്നെ അഷ്ടവിരോഹിണി വള്ളസദ്യ നടത്തുന്നതിന് തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിനമായിട്ടുള്ള ഉത്രട്ടാതി നാളില് ആ ഉത്രട്ടാതി ജലോത്സവവും നടത്തുന്ന ഇതിനു വേണ്ടി മാത്രം
ഈ പള്ളിയോടങ്ങളുള്ള കരകളെ മാത്രം അംഗത്വം നൽകിക്കൊണ്ട് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നതും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ അടക്കം കണക്കുകളെ ഹാജരാക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഈ പള്ളിയോട സേവാ സംഘം. പള്ളിയോട സേവാ സംഘം മാത്രം, കാരണം ഭക്തജനങ്ങളുടെ വഴിപാടുകള് പള്ളിയോട സേവാ സംഘത്തിലാണ്. കാരണം ഈ പള്ളിയോടങ്ങൾക്കാണ് വഴിപാട് നിശ്ചയിക്കുന്നത്. കൂട്ടത്തിൽ വഴിപാടുകാരനും ബന്ധുമിത്രാദികളും കരയിലെ ചില ആളുകളും ഒക്കെ എത്തിച്ചേരുന്നു, അവർക്കും കൂടി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വഴിപാട് വള്ളസദ്യകളില് പള്ളിയോടത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി മാത്രം നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. പിന്നെ വഴിപാടുകാരനും. ഇത് ഇന്ന് എന്ത് ചെയ്തിരിക്കുന്നു? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതിനെ ദുഷ്ടലാക്കോടുകൂടി ഇതിനെ വാണിജ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു നടപടിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ഹോട്ടലിൽ സദ്യ നടത്തുന്നത് മാതിരി തിരുവാറന്മുള ക്ഷേത്രത്തിലെ പരമായ അനുഷ്ഠാനമായ ഈ വഴിപാട് വള്ളസദ്യകളെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് പുറമേ നിന്നും പാചകം ചെയ്ത് ആഹാരം കൊണ്ടുവന്ന് അവിടെ 250 രൂപ നിരക്കിൽ വിറ്റഴിക്കുകയാണ്, കൂപ്പൺ കൊടുക്കുകയാണ്. ഹോട്ടലുകളില് ചെന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ എടുക്കണമെന്ന്, ഊണിന് മുൻപ് ടിക്കറ്റ് എടുക്കണം. ഈ വ്യവസ്ഥയിലാണ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്താ പറയുന്നത്, വള്ളസദ്യ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് ആചാര ലംഘനമാണ്, അനുഷ്ഠാനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ആ ക്ഷേത്രത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, പള്ളിയോട സേവാ സംഘത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇതാണ്. ഇതിനെയാണ് ഭക്തജനങ്ങളും പള്ളിയോട സേവാ സംഘവും പള്ളിയോട കരകളും എതിർക്കുന്നു. അതല്ലാതെ അവിടെ വേറെ പ്രശ്നങ്ങളുണ്ടോ? ഭക്തനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശങ്കയ്ക്കും വകയില്ല. പള്ളിയോട സേവാ സംഘം കൃത്യമായി ഈ വള്ളസദ്യകൾ നടത്തുന്നതിന് വേണ്ടി സജ്ജമാണ്. അവരതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നുണ്ട്. കാലാകാലങ്ങളിലെ ഈ ആചാരങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ജഡ്ജിമാരുടെ മുൻപാകെ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ വിവരങ്ങൾ തെറ്റായും കളവായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരാവുന്ന അഭിഭാഷകരെ ബോധ്യപ്പെടുത്തിയിട്ട് പതിയെ എലി കരളുന്നത് പോലെ പള്ളിയോട സേവാ സംഘത്തെ തകർക്കുന്നതിനുള്ള നടപടികളാണ് ഇന്ന് ചെയ്തു വരുന്നത്. ശക്തമായ എതിർപ്പ് കഴിഞ്ഞ ഞായറാഴ്ച 27-ാം തീയതി ഇത്തരത്തില് സദ്യ നടത്തുന്നതിന് വേണ്ടി ശക്തമായ എതിർപ്പ് പള്ളിയോട സേവാ സംഘം, നിരവധി ഹിന്ദു സംഘടനകള്, ഭക്തജന സംഘടനകള്, ഭക്തന്മാര്, കരക്കാര് എല്ലാവരും കൂടി ചേർന്ന് ഭഗവാനോട് തന്നെ അപേക്ഷിക്കുന്നു. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും മെമ്പർമാർക്കും നല്ല ബുദ്ധി തെളിയണമേ ഭഗവാനെ, ഇത്തരത്തിൽ നശീകരണമായ ഈ പരിപാടികളിൽ നിന്ന് അവർ പിന്നോക്കം പോവണം എന്ന് അപേക്ഷിച്ചുകൊണ്ട്, ഭഗവാനോട് അപേക്ഷിച്ചുകൊണ്ട് നാമജപം നടത്തേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. കാരണം അവിടെ ഒരു നിർവഹണ സമിതി 52 കരകളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ നിർവാഹക സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു സമിതി ഉണ്ടാക്കിയിരിക്കുന്നത്. 52 കരക്കാർക്കും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഭഗവാന്റെ വാഹനം എന്ന നിലയില് ഈ പള്ളിയോടങ്ങളെ നിർമ്മിച്ചു കൊണ്ടുവരാനും അതിനെ നടത്താനും കഴിവുണ്ട് എങ്കിൽ കൃത്യമായിട്ട് അവിടെ ഇത്തരത്തില് ദേവസ്വം ബോർഡിന്റെ യാതൊരു വിധമായ ഇടപെടലുകളും വേണ്ട. ഇന്ന് ദേവസ്വം ബോർഡ് എന്താണ്, പൈസ ഉണ്ടാക്കുകയാണ്. ഭക്തന് അവകാശപ്പെട്ടതാണ് ക്ഷേത്രത്തിന്റെ തിരുമുറ്റം. ആ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ പള്ളിയോട സേവാ സംഘം ഇതൊന്നും നേരത്തെ ഉണ്ടായിരുന്നതല്ല. ഈ കഴിഞ്ഞ കുറച്ചു കാലം, അതായത് രാഷ്ട്രീയവൽക്കരിച്ചു ദേവസ്വം ബോർഡിനെ. ദേവസ്വം ബോർഡിനെ രാഷ്ട്രീയവൽക്കരിച്ചതിലൂടെ രാഷ്ട്രീയ നേതാക്കന്മാര് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ അംഗങ്ങളുടെയും കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയത് മുതലാണ് ഇത്തരം നശീകരണ പ്രവർത്തനങ്ങള് ആരംഭിച്ചിട്ടുള്ളത്. യുഗപ്രഭാവനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ഒക്കെ ഇരുന്ന കസേരയില് അവരൊക്കെ ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സനാതന ധർമ്മത്തെയും അതിന്റെ മാനബിന്ദുക്കളായി വിരാജിക്കുന്ന ക്ഷേത്രങ്ങളെ എല്ലാം തന്നെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളായിരുന്നു സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്നിരിക്കുന്ന ദേവസ്വം ബോർഡ് എന്താ പറയുന്നത്,
ക്ഷേത്ര വിരുദ്ധമായ, ഹിന്ദു വിരുദ്ധമായ, സനാതനധർമ്മ വിരുദ്ധമായ നടപടികളിൽ തികച്ചും രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവരുടെ എല്ലാ നീക്കങ്ങളും മുമ്പോട്ട് പോകുന്നത് എന്ന് വേണം കരുതുവാൻ. അവർ മനഃപൂർവ്വം ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ലാതെ എന്താ പറയുന്നത്, സേവാ സംഘം ഇതിനകത്ത് ആയുധമായിട്ടേ ഇല്ല. പക്ഷെ പള്ളിയോടെ സേവാ സംഘത്തിലും രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള ചില അംഗങ്ങളുണ്ട്. അവരെ കരുവാക്കിക്കൊണ്ട്, ഞാൻ മനസ്സിലാക്കുന്ന ചെറിയൊരു ന്യൂനപക്ഷം മാത്രമാണ്, ആ ന്യൂനപക്ഷത്തെ കരുവാക്കിക്കൊണ്ട് പള്ളിയോട സേവാ സംഘത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തന്ത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തുടരുന്നത്. ഇതേമാതിരി നിരവധി ക്ഷേത്രങ്ങളിലെ സംവിധാനങ്ങളെ തകർത്ത പാരമ്പര്യമുണ്ട്. അത് പ്രേക്ഷകർക്ക് ആവശ്യമെങ്കിൽ ഞാൻ വിശദീകരിക്കാം. അല്ലാതെ ഇവിടെ ഭക്തജനങ്ങളുടെ ഇടയിൽ യാതൊരു ആശങ്കയ്ക്കും വഴിയില്ല. ദേവസ്വം ബോർഡ് ചെയ്യുന്ന കുറ്റകരമായ ചില ഇടപെടലുകളും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കലും ഒക്കെയാണ് ഇവിടുത്തെ ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സമരവും ഉണ്ടായിട്ടുണ്ട്. ഇതിനെ ഒന്നും നിഷേധിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയില് ഒരു വ്യക്തി കൊടുത്ത ഒരു കേസിന്റെ പേരിൽ പള്ളിയോട സേവാ സംഘവും പ്രതിയാണ്, ദേവസ്വം ബോർഡും പ്രതിയാണ്. അയാള് പള്ളിയോട സേവാ സംഘവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരില് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ കേസ് 2012 മുതൽ നടന്നു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത്, നേരത്തെ പള്ളിയോട സേവാ സംഘത്തിന്റെ ചുമതലയിലുണ്ടായിരുന്ന ആളുകളും അവരും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കാരണം ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് അവരുടെ ആവശ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇങ്ങനെ ഈ മാർഗനിർദ്ദേശക സമിതിയോ നിർവഹണ സമിതി 52 കരകൾക്കും അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള നല്ല വ്യക്തിത്വങ്ങളെയാണ് അവിടെ പ്രതിനിധികളായിട്ട് അയക്കുന്നത്. അങ്ങനെ 104 അംഗങ്ങളുള്ള പൊതുസഭയും 17 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന എക്സിക്യൂട്ടീവും അവിടെ പ്രവർത്തിക്കുമ്പോൾ ഒരു ബാഹ്യശക്തിയുടെയും ആവശ്യമില്ല. തിരുവാറന്മുള ക്ഷേത്രത്തിലെ ഈ തിരുവോണത്തോണി വരവിനും അല്ലെ അതിന് സംരക്ഷണം ഒരുക്കുന്നതിനും, വഴിപാട് വള്ളസദ്യകൾ നടത്തുന്നതിനും, അഷ്ടമിരോഹിണി വള്ളസദ്യ നടത്തുന്നതിനും, ഉത്രട്ടാതി ജലോത്സവം നടത്തുന്നതിനും ഒന്നും ഒരു ബാഹ്യശക്തികളുടെ ആരുടെയും ഇടപെടലുകൾ ആവശ്യമില്ല. ഇതിനു മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവിടെ ഇടപെട്ടിട്ടേ ഇല്ല, അതിന്റെ ആവശ്യമേ ഇല്ല. ദേവസ്വം ബോർഡിന് ക്ഷേത്രത്തിൽ കിട്ടുന്ന വഴിപാടുകൾ നേടാം. ഈ ദിവസങ്ങളിൽ വലിയ ഭക്തജന തിരക്കാണ്. അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഈ ഭഗവാന്റെ ഈ അന്നപ്രസാദത്തിനു വേണ്ടി വലിയ ഭക്തജന തിരക്കാണ്. പൊതുവെ ഞായറാഴ്ചകളും വ്യാഴാഴ്ചകളും പൊതുവെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പൊ ആ സമയത്ത് ഭഗവാന്റെ പിടിച്ചോറിന് വേണ്ടിയുള്ള ഒരു വലിയ തിരക്കുണ്ട്. അത് അന്നേ ദിവസം എല്ലാവർക്കും അഷ്ടമിരോഹിണി നാളിൽ സമൂഹ സദ്യയാണ്. ക്ഷേത്രത്തിൽ കഴിയാതെ വരുമ്പോൾ പുറത്തു പോലും പാഞ്ചജന്യം എന്ന ഓഡിറ്റോറിയത്തിലും ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളിലും അന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം വിഭവങ്ങൾ വരുന്ന ഒരു ഭക്തൻ പോലും ഈ പ്രസാദം ലഭിക്കാതെ തിരുവാറന്മുളയിൽ നിന്നും മടങ്ങിയ ചരിത്രമില്ല. ഇത്രയും വലിയ ജനക്കൂട്ടം വരുന്ന സമയത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ അതൊന്നും തന്നെ ക്ഷേത്ര ആചാരത്തെയോ ക്ഷേത്രത്തിന്റെ അനുഷ്ഠാനത്തെയോ ബാധിക്കാൻ പാടില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പൂർണ്ണമായും ഇത്തരത്തിലുള്ള ഇടപെടലുകളിൽ നിന്നും പിന്മാറേണ്ടതാണ്. ചെങ്ങന്നൂർ താലൂക്കിലെ തന്നെ, ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിലെ തന്നെ ചെറിയനാട് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ആചാരങ്ങളാൽ സമ്പുഷ്ടമായ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ഈശ്വര സങ്കല്പം നിലകൊള്ളുന്ന ആ ചെറിയനാട് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി സേവാ സംഘം എന്ന പേരില് ക്ഷേത്ര കാര്യങ്ങളും അതേപോലെ അവിടുത്തെ എല്ലാ ഉത്സവാദി അടിയന്തരങ്ങളും കൃത്യതയോടെയും ഭംഗിയോടെയും നടപ്പിലാക്കുന്നതിന് വേണ്ടി അവിടെ ഇങ്ങനെ ഒരു ഭക്തജന കൂട്ടായ്മ പ്രവർത്തിച്ചിരുന്നു. ഇന്ന് ദേവസ്വം ബോർഡിന്റെ ഉപദേശക സമിതികളൊക്കെ വരുന്നതിനൊക്കെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. അതിനെ അഴിമതി നടത്തുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും ബോർഡ് മെമ്പർമാരും പ്രസിഡന്റും എല്ലാം കൂടി ചേർന്ന് അത് ഇല്ലായ്മയിലെത്തിച്ചു. ഒന്ന്. രണ്ടാമത്തേത്, ചെങ്ങന്നൂർ താലൂക്കിലെ തന്നെ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള തിരുവൻമണ്ടൂർ ക്ഷേത്രം, സുപ്രസിദ്ധമാണ് ആ ക്ഷേത്രം.
അതും ഇതേപോലെ തന്നെ ആചാരങ്ങളാലും അനുഷ്ഠാനങ്ങളാലും സമ്പുഷ്ടമായ ഒരു ക്ഷേത്ര സന്നിധിയാണ്. അവിടെ വലിയ ഭക്തജന തിരക്കൊക്കെ ആയിരുന്നു. അവിടെ നിത്യേന അന്നദാനം നടന്നു വന്നിരുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ ശ്രീ ഗോശാല കൃഷ്ണ സേവാ സംഘം എന്ന പേരിൽ അവിടെയും ഒരു സമിതി ഉണ്ടായിരുന്നു. ആ സമിതിയെയും ഒക്കെ കോടതിയിൽ നിന്ന് പോലും നീതി കിട്ടാത്ത തരത്തിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ദേവസ്വം ബോർഡ് അതും ഇല്ലായ്മ ചെയ്തു. ചുരുക്കത്തിൽ പറയുകയാണ്, അതേപോലെ തന്നെയായിരുന്നു ശബരിമലയിലെ പമ്പയിലും ഒക്കെ അയ്യപ്പ ഭക്തന്മാർക്ക് സേവനമരുളുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു വന്നിരുന്ന അയ്യപ്പ സേവാ സംഘം. എത്രയോ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംവിധാനമാണ്. അതിനെ ആ പ്രവർത്തകരുടെ ഇടയിൽ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി എന്ത് ചെയ്തിരിക്കുകയാണ്, ദേവസ്വം ബോർഡ് കോടതിയെ ഇടപെടുത്തി കോടതിയിൽ നിന്നും ആ കെട്ടിടങ്ങളുടെയൊക്കെ താക്കോല് വാങ്ങിച്ച് കയ്യിൽ വെച്ച് അത് നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് കാണുന്നത്. കുടിവെള്ള വിതരണമായാലും തിരക്ക് നിയന്ത്രണമായാലും എല്ലാ അന്നദാന വിതരണമായാലും എല്ലാ സേവന പ്രവർത്തനങ്ങളും പിന്നെ അടിയന്തര ഘട്ടങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്ക് അതിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന അടക്കം എല്ലാ തരത്തിലും അതിന്റെ വോളണ്ടിയേഴ്സ് ഭാരതത്തിൽ ആകമാനം ഉണ്ട്. അവിടുന്നൊക്കെ അവരെ വരുത്തി ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്നതാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം എന്ന പേര്. രജിസ്റ്റേർഡ് ട്രസ്റ്റാണത്. പക്ഷെ അതിനെയൊക്കെ തന്നെയും ഇതേപോലെ ഇല്ലായ്മ ചെയ്തു. ഇതേപോലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മറ്റൊരു പരിപാടി ചെയ്തത്. എന്തായിരുന്നു എന്നറിയാമോ? ചെട്ടികുളങ്ങര ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ എന്ന് പറഞ്ഞ അതും ഒരു സൊസൈറ്റിയാണ്. അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യതയോടുകൂടി നടന്നു വന്നിരുന്ന എല്ലാ കരകളുടെയും, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 13 കരകളുടെ കോർഡിനേഷനാണ്. ആ കരകൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തി വന്നിരുന്നത്. അവരുടെ ഇടയിലെ ജാതീയമായ ഭിന്നിപ്പുണ്ടാക്കി, അതേപോലെ തന്നെ മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സുപ്രീം കോടതിയിൽ വരെ കേസെത്തിച്ചു. സുപ്രീം കോടതിയിൽ അതിന് ആ ക്ഷേത്രത്തിന്റെ ശ്രീദേവി വിലാസ ഹിന്ദുമത കൺവെൻഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കേരള ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ജഡ്ജി ആയതിനാലും അദ്ദേഹം ഈ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായി പഠിച്ചതുകൊണ്ടും സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ട് ഇന്ന് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശുദ്ധമായ തോന്നിയാസം നടക്കാത്ത രീതിയിൽ കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതേമാതിരി പള്ളിയുടെ സേവാ സംഘത്തെയും തകർത്ത് തരിപ്പണമാക്കി ഇതേപോലെ ഈ സംവിധാനങ്ങളെല്ലാം വഴിപാട് വള്ളസദ്യയും പിടിച്ചെടുത്ത് അഷ്ടപുരോഹിണി വള്ളസദ്യ എങ്ങനെയെങ്കിലും ഒക്കെ നടത്തി. മറ്റൊരു സംഭവം പറയാം. ഈ കർക്കിടക വാവിലി കഴിഞ്ഞതാണല്ലോ, ദേവസ്വം ബോർഡിന്റെ ഓരോ സംവിധാനങ്ങളാണ് പറയുന്നത്. വളരെ കൃത്യതയോട് തിരുമുല്ലവാരത്ത് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. അവിടെ ചരിത്രത്തിൽ ആദ്യമായി വിശ്വഹിന്ദു പരിഷത്താണ് കർക്കിടക വാവിനെ പിതൃതർപ്പണ ബലി കേന്ദ്രം ആരംഭിച്ചു. വളരെ ഗംഭീരമായിട്ട് കോടതികളിലെ ഞാൻ ഒരു പ്രാവശ്യം അവിടെ ഇരിക്കുന്ന സമയത്ത് ഹൈക്കോടതി ജഡ്ജിമാര്, കൊല്ലം ജില്ലാ കോടതിയിലെ ജഡ്ജിമാര്, അവര് പോലും വിശ്വഹിന്ദു പരിഷത്തിന്റെ ഈ കൗണ്ടറിൽ വന്നു. കാരണം കൃത്യതയോടെ വൃത്തിയായി ആചാരപരമായി ബലിതർപ്പണം നിർവഹിക്കപ്പെടുന്ന കേന്ദ്രം എന്നുള്ള നിലയിൽ അവിടെ വന്നിരുന്നു. ഉടൻ തന്നെ എന്ത് ചെയ്തു, ബഹുമാനപ്പെട്ട കോടതിയെ, കേരള ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇന്ന് അവിടെയെല്ലാം ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ച് ദേവസ്വം ബോർഡ് പിടിച്ചടക്കിയിരിക്കുകയാണ്. മണിക്കൂറുകളോളം അവിടെ ക്യൂ നിന്ന് ആളുകളുടെ കയ്യിൽ കൂപ്പൺ കിട്ടിയിട്ട് ആ ബലിതർപ്പണം നടത്തി കൊടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അതിനെ അവ്യവസ്ഥ ആക്കിയതാണ് ദേവസ്വം ബോർഡ്. യാതൊരു മറുപടി പറയാനും അവർക്ക് കഴിയില്ല. അപ്പൊ ഇങ്ങനെ നിരുത്തരവാദപരമായ സമീപനങ്ങളെ കൊണ്ട് ആർക്കോ വേണ്ടി ഈ സംവിധാനങ്ങളെ തകർക്കുക, ഹിന്ദുവിന്റെ ക്ഷേത്ര വിശ്വാസത്തെയും ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും ഇല്ലായ്മ ചെയ്യുക എന്ന ഒരു നടപടിയിലൂടെയാണ് ഇവര് കടന്നു പോകുന്നത്. അത് തന്നെയാണ് ആറന്മുളയിലും അവര് പരിശോധിക്കുന്നത്. അല്ല എങ്കിൽ ഭക്തജനങ്ങളുടെ എതിർപ്പ്, പള്ളിയോട സേവാ സംഘത്തിന്റെ എതിർപ്പ്, ഇങ്ങനെ ഹോട്ടൽ ബിസിനസ് നിങ്ങൾ നടത്തരുത്, ക്ഷേത്ര സങ്കേതത്തിൽ വള്ളസദ്യ വിളമ്പുന്നത് പള്ളിയോടങ്ങളിൽ എത്തുന്ന ഭക്തർക്കും വഴിപാട്ടുകാരനും അയാളുടെ ബന്ധുമിത്രാദികൾക്കും അവരുടെ കരക്കാർക്കുമാണ്. ബാക്കിയുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും വരുന്നവർക്ക് എല്ലാം കൊടുക്കാതെ അവിടെ ആരെയും ഇതാക്കി വിടില്ല. അഭൂതപൂർവമായ തിരക്കാണ് അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. നിയന്ത്രണാതീതമായ തിരക്കാണ് ചില ദിവസങ്ങളിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് വസ്തുതയാണ്. അല്ലാതെ അവിടെ യാതൊരു വിഷയങ്ങളും കൂടെ അത് നടത്തിക്കൊണ്ടു പോകുമ്പോൾ ബോധപൂർവമായിട്ട് ഓരോരോ വിഷയങ്ങൾ ഉണ്ടാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതിനെ ഇല്ലായ്മ ചെയ്യുന്നു. ഇത്രയും മാന്യമായ സമീപനമായിരുന്നു ഇതിനോടെയെങ്കിൽ
27-ാം തീയതിയെ നടത്തിയ ഈ ഹോട്ടൽ ബിസിനസ്സിന് ഒരു എതിർപ്പുണ്ട് എന്ന് കണ്ടപ്പോൾ അതിൽ നിന്ന് പിന്നോക്കം പോവേണ്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോഴും എന്ത് ചെയ്യുകയാണ്? അവിടെ 3-ാം തീയതി ഇത് നടത്താൻ വേണ്ടിയിട്ട് വീണ്ടും ആളുകളുടെ ഇന്ന് പണം പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. 161-ാം നമ്പർ ടിക്കറ്റ് നമ്മുടെ ആറന്മുള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിതരണം ചെയ്ത് എന്റെ കൈവശമുണ്ട്. സർ, ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ നിലപാട് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി സർ.